നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനെ പോലുള്ള ഒരു വലിയ സംഘടനയിൽ ഒരുപാട് സ്ഥാനാർത്ഥി താല്പര്യക്കാർ കാണും. അതിൽ ഒരു മണ്ഡലത്തിൽ തന്നെ ജയിക്കാൻ പറ്റാവുന്ന 2-3 പേരുണ്ടാകും. അത് സൂക്ഷ്മമായി നിരീക്ഷിച്ച് സ്ഥാനാർത്ഥികളെ നിർത്താൻ സമയമെടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ചർച്ചയ്ക്ക് പശ്ചാത്തലം ഒരുങ്ങിയത് അങ്ങനെയാണ്. എന്ന് വെച്ചാൽ UDF ജയിക്കുമെന്നുള്ള ധാരണയിൽ നമ്മൾ എത്തിയല്ലോ. അത് ആ വൈകലിൻ്റെ ഒരു ഗുണമാണ്. ഇനി അത് വൈകാതെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക ഇറക്കിയ ഒരു പാർട്ടിയുണ്ട്, LDF മുന്നണിയും CPM, പ്രത്യേകിച്ച് CPM. എന്നിട്ട് ആ പാർട്ടിയിൽ സംഭവിച്ചത് എന്താണ്? അവിടെ അമ്പലപ്പുഴയിൽ സംഭവിച്ചു, അവിടെ പയ്യന്നൂരിൽ സംഭവിച്ചു, അവിടെ തളിപ്പറമ്പിൽ സംഭവിച്ചു. അതൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ആ വ്യത്യാസം ശ്രീമതി മാധു മറക്കാനിടയില്ലെന്ന് എനിക്കറിയാം. എന്ന ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തിയല്ലോ എന്ന് അങ്ങ് പറയുന്നത് അത് കോൺഗ്രസിന്റെ ധാരണയായിരിക്കും. എനിക്കങ്ങനെ UDF അധികാരത്തിലെത്തും, LDF അധികാരത്തിലെത്തുമെന്നൊരു പൊതുധാരണ കേരളത്തിലുള്ളതായിട്ട് അറിവില്ല. എനിക്ക് പ്രത്യേകിച്ചുമില്ല. ഞാൻ അത്തരത്തിലുള്ള ഒരു അവകാശവാദം ഒരു വേദിയിലും പറഞ്ഞിട്ടില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചോ CPM-നെ സംബന്ധിച്ചിടത്തോ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. സ്വാഭാവികമായും അത് കോൺഗ്രസ്സുകാരുടെ ആത്മവിശ്വാസമാണ്. ഒന്ന്. രണ്ടാമത്തേത്, ഞാൻ ചോദിച്ചത് CPM-നെ കുറിച്ചല്ല. പട്ടിക 24 മണിക്കൂറിനകം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയണമെങ്കിൽ ആ പട്ടിക അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരിക്കണം. ഒരു മണ്ഡലത്തിൽ 100 പോകുന്നവരെ കണ്ടുപിടിക്കാൻ കോൺഗ്രസിന് കഴിയട്ടെ ജനാധിപത്യത്തിന്റെ ഭാഗമായി. പക്ഷെ അത് ഇലക്ഷൻ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടല്ലല്ലോ ചിന്തിക്കേണ്ടത്. 10 വർഷം ഉണ്ടായിരുന്നില്ലേ? അല്ല, 10 വർഷം ഉണ്ടായിരുന്നില്ലെന്ന് ചോദിച്ചാൽ 10 വർഷം ഭരിച്ചവരിൽ നിന്ന് 3 പ്രമുഖ നേതാക്കൾ പുറത്തു പോയത് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചോ? രാഷ്ട്രീയത്തിലെ വലിയ പ്രാധാന്യം മണിക്കൂറുകൾക്കും നിമിഷങ്ങൾക്കും ഉണ്ട്. ഒരു നിമിഷം കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒരു നിമിഷം മതി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു ചലനം ഉണ്ടാകാനായിട്ട്. ഇന്നിപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ നമ്മൾ അറിഞ്ഞല്ലോ എങ്ങനെയാണ് 7 MP എങ്ങനെ പോയി എന്നുള്ളത്. അതൊക്കെ അത്രയേ ഉള്ളൂ രാഷ്ട്രീയത്തിൽ. അപ്പോൾ ഇതിൽ നമ്മൾ സംസാരിച്ച് വരുന്ന വിഷയത്തിൻ്റെ പശ്ചാത്തലമാണ്. അതിൽ ശ്രീമതി മാധു അങ്ങനെ ഒരു ചിന്ത ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പൊതുവേ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ കേരളത്തിൽ UDF അധികാരത്തിൽ വരും എന്നൊരു ചിന്ത കോൺഗ്രസ്സുകാർക്കുണ്ട്. അത് മറ്റുള്ള മുന്നണികൾ അത് ശരിവെക്കുന്നതെന്നേ പറയാൻ കാരണം ശ്രീ ജയന്തൻ ഇവിടെ ചോദിച്ചൊരു ചില ചോദ്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ശിവഗിരി മഠാധിപതി 14 പേരുടെ ലിസ്റ്റ് കൊടുത്തു കാണാം. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, കൊടുത്തു കാണാം. പക്ഷേ ആരുടെ സമ്മർദ്ദത്തിനും വഴങ്ങിയില്ല എന്നുള്ളതാണ്. ആ ലിസ്റ്റ് കൊടുത്തെങ്കിൽ ആ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാകാം, എന്നിട്ടും അധ്യക്ഷനാകാൻ താല്പര്യമുണ്ടെന്ന് ശിവഗിരി മഠത്തിൽ പോയി പറഞ്ഞു എന്നും പറഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ കോൺഗ്രസിന്റെ ഇത്രയും കാലത്തെ പാർലമെന്റ് രാഷ്ട്രീയ ചരിത്രമുള്ള ഒരാൾക്ക് KPCC അധ്യക്ഷനാകാൻ താല്പര്യമുണ്ടെങ്കിൽ അത് പറയേണ്ടത് KPCC-യിലാണെന്ന് പോലുമുള്ള ബോധ്യമില്ല. ശിവഗിരി മഠത്തിൽ പോയിരിക്കുന്നു പറയാൻ. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയാതിരിക്കുന്നതല്ലേ ശ്രീ ശ്രീകുമാർ നല്ലത്? അല്ലല്ല, പറയണമല്ലോ. കാരണം ഒരാൾക്ക് വിശ്വാസം എവിടെയാണോ അവിടെ പറയുന്നില്ലെന്ന് ഒരു തെറ്റുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വന്നിട്ട് പ്രാർത്ഥിക്കുന്നത് എന്തിനാ? ഗുരുവായൂരപ്പനെങ്കിൽ നമുക്ക് എങ്ങനെ വേണേൽ പോയിട്ട് പ്രാർത്ഥിക്കാം. അപ്പം എന്തിനാ? അല്ല, ഞാൻ പറഞ്ഞു വരട്ടെ. ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഒരാൾ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നത് ഒരു പക്ഷേ എനിക്ക് എന്തെങ്കിലും സുഖസൗകര്യം തരണേ, അല്ലെങ്കിൽ എൻ്റെ മുന്നണി ജയിക്കണേ, അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ളവർ വീണ്ടും അധികാരത്തിൽ വരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഗുരുവായൂർ പോയാൽ നമ്മൾ എല്ലാ കാര്യവും പ്രാർത്ഥിക്കുമല്ലോ. അപ്പോൾ അതുപോലെ ആർക്കും എവിടെയും പോയിട്ട് പ്രാർത്ഥിക്കാമെന്നേ, അതിലൊന്നും തെറ്റില്ല. ഞാൻ പറഞ്ഞത് UDF-ന്റെയും കോൺഗ്രസിന്റെയും പൊതു നിലപാടാണ്. ആ നിലപാടിലൊരു മാറ്റമില്ല. പ്രാർത്ഥിച്ച കാര്യമല്ല, ശിവഗിരി മഠത്തിന്റെ ഓഫീസിലിരുന്ന് അവിടുത്തെ മഠാധിപതിയോട് പറഞ്ഞ കാര്യമാണ്. അത് രാഷ്ട്രീയമാണ്. അല്ല, ശിവഗിരി മഠാധിപതിയുടെ മുൻപിൽ പോയിരുന്നിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ആശയത്തിൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹം എന്ന് തോന്നിയാൽ ഒരു കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ അവിടെ പോയിട്ട് എന്തും പറയാം. അതൊക്കെ വ്യക്തിപരമായ കാര്യമല്ല. നേരെ മറിച്ച് KPCC-യുടെ ചർച്ചയല്ലല്ലോ അവിടെ വെച്ചത്. ചർച്ച അവിടെ നടന്നു എന്നുള്ളതാണ് അതിന്റെ ഘടകവിരുദ്ധത. KPCC അധ്യക്ഷനാകണം എന്ന ആഗ്രഹം ശിവഗിരി മഠത്തിലെ അധ്യക്ഷനോട് പറയണമെങ്കിൽ അത് KPCC-യുടെ ചർച്ചയാണല്ലോ. അത് പ്രാർത്ഥിക്കുന്നതിന് തുല്യമല്ല. അത് കൃത്യമായി സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന സാമുദായിക നേതാക്കളോട് പോയി താല്പര്യ പ്രകടനം നടത്തുക എന്ന് പറയുന്ന വഴിവെട്ട് രാഷ്ട്രീയമാണ്. ശ്രീമതി മാധു, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ ചർച്ചയുടെ വഴിതിരിച്ച് വേണ്ട. ഞാൻ പറഞ്ഞ വളരെ നല്ലൊരു കാര്യമാണ്. അതായത് കോൺഗ്രസ്സിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു തരത്തിലുള്ള സാമുദായിക സംഘടനകൾക്കും സമ്മർദ്ദം ചെലുത്താൻ പറ്റിയിട്ടില്ല.
അതിൻ്റെ ഗുണമാണ് ഇപ്പോൾ ഈ ചർച്ച ചെയ്യുന്നത്. അത് നാളെയും ഒരു മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ തിരഞ്ഞെടുക്കുമ്പോഴും ഒരു ബാഹ്യശക്തിയുടെ ഇടപെടലിനും അവിടെ സാധ്യതയില്ല. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ വളരെ ചുരുങ്ങിയ വാക്കുകളുള്ള കാര്യം. എന്തിനാണ് ബാഹ്യശക്തികൾ, ആന്തരിക ശക്തികളെ കൊണ്ടാണല്ലോ ഇക്കണ്ട ചർച്ചകളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പുറത്തുനിന്ന് തൽക്കാലം കൊട്ടേഷൻ എടുക്കേണ്ട ആവശ്യം കോൺഗ്രസിനില്ല. ശരി, ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ എം ജയചന്ദ്രൻ, അത് ഒരു മിനിറ്റ് അത് പറഞ്ഞു തീർത്തോട്ടെ. അതായത് ഞാൻ തുടങ്ങിയ കാര്യത്തിലേക്കൊന്ന് അവസാനിപ്പിച്ച് എത്തണമല്ലോ. അതായത് നമ്മളെ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞൊരു വിഷയത്തിൽ ഞാൻ കൊണ്ടുവരാൻ കാരണം, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ശ്രീ ജയചന്ദ്രന് പോലും സങ്കടമില്ല എന്നുള്ളതാണ്. അതായത് LDF അധികാരത്തിൽ വരും, അവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണം, നമ്മൾ അതും കൂടെ ചർച്ച ചെയ്യണ്ടേ എന്നൊരു ചോദ്യം എന്തുകൊണ്ട് ജയേന്ദ്രനെ പോലുള്ള സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു സങ്കടം എനിക്കുണ്ട്. കാരണം ഏകപക്ഷീയമായിട്ട് നമ്മളങ്ങ് തീരുമാനിച്ചോ UDF അധികാരത്തിൽ വരികയെന്ന്. എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവെന്ന് കോൺഗ്രസ്സുകാരെ പറയുന്ന പോലെ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കേണ്ട കാര്യമല്ല ഞാൻ പറയുന്നത്. LDF മൂന്നാം വട്ടവും അധികാരത്തിൽ വരും. ഞങ്ങൾക്ക് കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ KK ശൈലജയെ മുഖ്യമന്ത്രിയായിട്ട് അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഒരു ഗുണം കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞ CPM സഹയാത്രികരുണ്ട്. അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തുടരുമോ അല്ലെങ്കിൽ വേറെ മന്ത്രിമാരാ സ്ഥാനത്തേക്ക്, ഇതൊക്കെ ചർച്ച ചെയ്യാൻ എന്തുകൊണ്ട് CPM-കാർ പോലും താല്പര്യപ്പെടുന്നില്ല? അവരത്രയ്ക്കും തീരുമാനിച്ചോ UDF അധികാരത്തിൽ വരുമെന്ന്? ഇതുപോലൊരു ചർച്ച നടത്തി. മാധുവിന് ഓർമ്മയുണ്ടോ? ഡിസംബറിൽ എന്താ ചർച്ച നടത്തിയെന്ന് അറിയാമോ? 4 കോർപ്പറേഷൻ കിട്ടിയപ്പം ആരായിരിക്കും മേയർ? അടിപിടി. എവിടെയാണ് അടിപിടി ഉണ്ടായത്? കൊച്ചി മേയറായി, കൊല്ലം മേയറായി, തൃശ്ശൂർ മേയറായി, പിന്നെ എവിടെയാ? കണ്ണൂർ മേയറായി. 4 കോൺഗ്രസ് മേയർമാർ സുഖമായിട്ട് ഭരിക്കുക. ചർച്ചയൊക്കെ നടത്തിക്കോളൂ, പക്ഷേ അവസാനം ഉണ്ടല്ലോ ഒരൊറ്റ തീരുമാനത്തിലെത്തും. വരെ ആ സംശയമില്ല. അപ്പോഴും ജയചന്ദ്രനെ പോലുള്ള സുഹൃത്തുക്കൾ ആലോചിക്കേണ്ടത്, അല്ല ശ്രീമതി മാധു, നമുക്ക് LDF അധികാരത്തിൽ വരില്ല, നിങ്ങളങ്ങോട്ട് തീരുമാനിച്ചോ എന്നൊരു ചോദ്യമെങ്കിലും ചോദിക്കൂ ശ്രീ ജയേന്ദ്ര. ശ്രീമതി മാധു, കൊച്ചി മേയറൊക്കെ ആയതിന്റെ പേരിൽ ചട്ടലംഘനം ഉണ്ടായെന്നും പാർട്ടി നടപടി പ്രകാരമല്ല എന്നും ദീപ്തി മേരി വർഗീസ് വ്യക്തമായി പറയുകയും അവരവരുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. പക്ഷെ മറ്റുള്ളവരെ പോലെ ഇറങ്ങിപ്പോകാനും പാർട്ടി മാറാനും അവർ തയ്യാറായില്ല. എന്നിടത്ത് കോൺഗ്രസിന് അവിടെ ഒരു അഭിമാനം ബാക്കിയുണ്ട് എന്നേ ഉള്ളൂ. ശ്രീ എൻ ശ്രീകുമാർ, ശ്രീ ജയചന്ദ്രൻ, എന്താണ് LDFന്റെ അണികൾ ഇങ്ങനെ? എവിടെ പോയി LDFന്റെ സൈബർ പോരാളികൾ? എന്തുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോരുമായി രംഗത്ത് വരാത്തത്? എന്തുകൊണ്ടാണ് CPM ജയിക്കുമെന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ അണിനിരത്തിയുള്ള പോരുവിളിയില്ലാത്തത്? പാർട്ടിക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നു കോൺഗ്രസ്. ഞാനീ പറയണ്ട എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറയിപ്പിച്ച ശ്രീകുമാർ അടങ്ങുന്ന വെച്ചാൽ എന്ത് ചെയ്യും? അത് ഈ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചത് പിന്നെ ഈ UDFിലെയും LDFിലെയും കാര്യങ്ങൾ ചർച്ച ചെയ്യാനല്ല, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് ഒരൊറ്റ വിഷയമാണ്. ഈ മുഖ്യമന്ത്രി പദം കാംക്ഷിച്ച് നിൽക്കുന്ന 2-3 പേരുടെ ഈ സാഹസങ്ങൾ, അതിസാഹസം എന്ന് തന്നെ പറയണമല്ലോ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. ആ ചർച്ചയിൽ വന്നിരുന്നിട്ട് എനിക്ക് LDFന്റെ സാധ്യതകൾ ഇവിടെ ചർച്ച ചെയ്ത് നിങ്ങളെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല, അത്തരം താല്പര്യങ്ങളുമില്ല. എങ്കിലും പിന്നെ ശ്രീകുമാർ ഇങ്ങനെ ആവർത്തിച്ച് നിരാശപ്പെടുന്നത് കൊണ്ട് താങ്കളെ അല്പം സന്തോഷിപ്പിക്കാനായിട്ട് ഞാനൊരു കാര്യം പറയാം. ഈ പിന്നെ 9-ാം തീയതി ഇലക്ഷന് ശേഷം ചില പോസ്റ്റ് പോൾ സർവേകൾ നടന്നല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് 5 പേർക്കും അറിവുള്ളതാണല്ലോ അത്. പക്ഷെ അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് ലാസ്റ്റ് ഫേസ് ബംഗാൾ ഇലക്ഷൻ 29-ാം തീയതിയാണ്, അതിനുശേഷമേ വരൂ എന്നും അറിയാം. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് അതിൻ്റെ ഒരു പ്രസക്തമായ സംഗതി, ഒരു പോസ്റ്റ് ബോർഡ് അനാലിസിസ് കണ്ടു. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു അത്. പ്രധാനപ്പെട്ട ആൾക്കാർ നടത്തിയതായിരുന്നു. ഞാൻ അതിനകത്ത് കൂടുതലൊന്നും പറയുന്നില്ല, 2 വാചകം മാത്രമേ പറയുന്നുള്ളൂ. ഈ ഫൈനൽ പ്രൊബബിലിസ്റ്റിക് പെർസെപ്ഷൻ എന്ന നിലയിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും അവസാനത്തെ കാര്യം മാത്രം. അപ്പോൾ അതിനകത്ത് പറയുന്നത് UDFന് സ്ലൈറ്റ് എഡ്ജ് ഡ്യൂ ടു നാച്ചുറൽ ആൾട്ടർനേഷൻ, പക്ഷേ LDF റീറ്റെയിൻസ് സീരിയസ് വിന്നിംഗ് ചാൻസ് ഡ്യൂ ടു വെൽഫെയർ മെഷേഴ്സ് പ്ലസ് ലീഡർഷിപ്പ്. BJP നത്തിങ്. ഇതാണ് അതിൻ്റെ ഫൈനൽ പേജിൽ പ്രസക്തമായ 2-3 കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഈ നില നിൽക്കുന്നുണ്ട്. ഇത് അറിയാമെന്നേ, ഇത് കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം. പിന്നെ നമ്മുടെ യശ്വന്ത് ദേശ്മുഖ് കഴിഞ്ഞ ദിവസം എന്താണ് പറഞ്ഞത്? വോട്ടറുടെ പിന്നെ സ്ഥാപകൻ അദ്ദേഹം കേരളത്തിലെ പിന്നെ ഇതിനെ അനലൈസ് ചെയ്തത് ഒരു 6% സ്ത്രീകളുടെ
വോട്ടിംഗ് പെർസെന്റേജ് അധികരിച്ചത് UDF-നാണ് ഗുണം ചെയ്യുക എന്ന് അദ്ദേഹം കാര്യകാരണ സഹിതം വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളിലേക്കോ അദ്ദേഹം വിശദീകരിച്ച കാര്യങ്ങളിലേക്കോ പോകുന്നില്ല. പക്ഷേ ദേശ്മുഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഇത്തരം കാര്യങ്ങളിൽ സോഷ്യോളജിയിൽ പ്രത്യേകിച്ചും അത് എന്താണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അത് എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യുന്നത് ഇപ്പോൾ എടുക്കേണ്ട കാര്യമില്ല, എടുക്കാതിരിക്കേണ്ട കാര്യവുമില്ല. കാരണം 4-ാം തീയതി റിസൾട്ട് വരും. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പിന്നെ KC വേണുഗോപാലിനെ പറ്റിയായിരുന്നല്ലോ ആദ്യഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചർച്ച. ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ്, കുട്ടനാട്ടുകാരനാണ്. അമ്പലപ്പുഴയിൽ സുധാകരൻ മത്സരിക്കുന്നു. ഒരു നിരീക്ഷകനെ കണ്ടു, കോൺഗ്രസിന്റെ. അവിടെയാണ് വേണുഗോപാൽ ആരാന്നുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയും കൂടിയാണത് കേട്ടോ. അദ്ദേഹം രാജസ്ഥാനിലെ ഒരു MLA ആണ്. നിരന്തരം അവിടുത്തെ 195 പിന്നെ ബൂത്തുകളിലും ഇടപെടുന്ന ഒരു MLA-യും കൂടിയാണ് ഈ മനുഷ്യൻ. അവിടെ താമസിക്കുകയാണ്. അങ്ങനെ പിന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ മാത്രമല്ല, കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും വേണുഗോപാലിന്റെ മുൻകൈയിൽ മറ്റേ സുനിൽ കനകോലുവിന്റെ താല്പര്യാർത്ഥം നിരീക്ഷകരെ വെച്ച് വളരെ പിന്നെ ഗൗരവപൂർണമായ തെരഞ്ഞെടുപ്പ് ഇടപെടലാണ് കോൺഗ്രസ് നടത്തിയത്. ഒരു ശ്രീകുമാറിന് അറിയാമല്ലോ, ഒരു ഇലക്ഷനിൽ ഇടപെടണമെങ്കിൽ, മത്സരിക്കണമെങ്കിൽ ഇപ്പോൾ വരുന്ന കോടികളുടെ ചെലവ് ഒരു മണ്ഡലത്തിലെ, അങ്ങനെ വരുമ്പോൾ ഈ 140 മണ്ഡലങ്ങളിലും ഇടപെട്ട് തന്നെ ചെയ്യണമെങ്കിൽ ഉണ്ടാവുന്ന ഭാരിച്ച വമ്പിച്ച കോടികൾ ഇവിടെ നിന്നൊന്നും ഉണ്ടാക്കപ്പെട്ടതല്ലല്ലോ. കോൺഗ്രസിന്റെ ഫണ്ടിങ് സോഴ്സ് എന്താണെന്നുള്ളത് പൊതുധാരണയുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഒരു മേജർ പോർഷൻ ത്രൂ KC വേണുഗോപാലാണ് കേരളത്തിൽ വരുന്നത്. പിന്നെ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഇടപെട്ടു പോകുന്ന ഒരു നേതാവും കൂടിയാണ് വേണുഗോപാൽ. അദ്ദേഹത്തിന് ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ആരാണ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല, പിടിപാറയാണോ പറഞ്ഞ സംശയമുണ്ട്. അദ്ദേഹത്തിന് മറ്റുള്ളവർ MP-മാരെ മത്സരിപ്പിക്കാതിരുന്നതിന്റെ കാര്യം അദ്ദേഹത്തിന്റെ ഇത് പിന്നെ ക്ലെയിം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നുമില്ല കേട്ടോ, അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിൽ ക്ലെയിം വെക്കാം. കാരണം ആന്റണി എങ്ങനെയാണ് ഇവിടെ 95-ൽ മുഖ്യമന്ത്രി ആയത്? എങ്ങനെയാണ് തിരൂരങ്ങാടി മത്സരിച്ചിട്ട് എങ്ങനെയാണ്? വല്ല ഇതുകൊണ്ടായിരുന്നു. മുഖ്യമന്ത്രിയായി, അതിനുശേഷം മത്സരിച്ചു, ലീഗിന്റെ ഷുവർ സീറ്റ് കൊടുത്തു, പിന്നെ 10,000-കണക്കിന് വോട്ടിന് ജയിക്കുകയും ചെയ്തു. 40,000 വോട്ടിന് അത്രത്തോളം വോട്ടിന് ജയിച്ചില്ലേ? അത്രേ ഉള്ളൂ കാര്യം. ഇപ്പൊ ഇരിക്കൂര് തന്നെ വേണമെന്നില്ല, എവിടുന്നും പിന്നെ KC വേണുഗോപാലിനെ പിക്ക് ചെയ്യാം. ശരി, പക്ഷേ വരെയുള്ള പേരുകൾ വളരെ സജീവമായി വരാൻ മാത്രം എവിഡന്റ് ആയി അത് സംഭവിച്ചു എന്നുള്ളതാണ്. അങ്ങ് പറഞ്ഞതുകൊണ്ട് പറയാം, അച്യുതമേനോൻ 1969 മുഖ്യമന്ത്രിയാകുന്നതും AK ആന്റണി 2 തവണ, അത് 1977-ലും 95-ലും അദ്ദേഹം പിന്നീട് മത്സരിച്ച നിയമസഭാംഗത്വം ഉണ്ടാക്കുകയുമായിരുന്നു. അപ്പൊ ചരിത്രമുണ്ട് KC വേണുഗോപാലിന് അനുകൂലമായി അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും എന്നുള്ളതൊരു വസ്തുത കൂടിയാണ്. Debate with Madhu Saji.